Sir, good morning and welcome to the show. Morning Vishnu, morning viewers. സാർ ആദ്യം നമുക്ക് ഏതായാലും നമുക്ക് യു എസ് മാർക്കറ്റിലോട്ട് തന്നെ പോകാം. യു എസ് മാർക്കറ്റ് നമുക്ക് ഇന്നലെ നോക്കുമ്പോൾ കാണാൻ സാധിച്ചത് ഇന്നലെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് നമുക്ക് യു എസിൻ്റെ ഒരു സൂചികയിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ ഡൗ ജോൺസ് 0.7% ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. S&P 500 0.43% ഒരു മുന്നേറ്റമാണ് കാണാൻ സാധിച്ചത്. നാസ്ഡാക്കിൽ 0.27% ഒരു മുന്നേറ്റവും ഇന്നലത്തെ ഒരു ക്ലോസിങ്ങിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും യു എസിൻ്റെ ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്ത് നിന്ന് പലിശ നിരക്കിൽ മാറ്റമില്ല എന്നുള്ളൊരു തീരുമാനവും ഇന്നലെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇനി ഒരു യു എസ് മാർക്കറ്റിലെ ട്രേഡിങ്ങിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? വിഷ്ണു, കഴിഞ്ഞ 3-4 നമ്മുടെ ഇതേ ഫോറത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു ദാറ്റ് ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്യുന്നുണ്ടെന്നും ആൻഡ് അതിനെ തുടർന്ന് നമുക്ക് ലോങ് ടേം ട്രെൻഡ് തന്നെ ബുള്ളിഷായി മാറാൻ നല്ലൊരു സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. സോ ആ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ആ ഒരു വ്യൂവിൽ ഒരു മാറ്റവും ഇല്ല. നല്ല ഒരു ബുള്ളിഷ് സെറ്റപ്പ് തന്നെ ഫോമായി വരുന്നുണ്ട്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 41,700 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 42,500 പോയിന്റ്. ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിൽ വലിയൊരു മുന്നേറ്റം തന്നെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അതേസമയം നാസ്ഡാക്ക് ഇൻഡെക്സിലും അതേപോലെ തന്നെ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വന്നിരിക്കുന്നത്. ഇതിൽ 20,400 പോയിന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ലെവൽ. ഇതിൽ ഇന്നലത്തെ ട്രേഡ് നോക്കുമ്പോഴേക്കും അമേരിക്കയിലുള്ള മാഗ്നിഫിഷ്യന്റ് 7 ഓൾമോസ്റ്റ് എല്ലാ മാഗ്നിഫിഷ്യന്റ് 7 സ്റ്റോക്സിലും നമുക്ക് നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു, എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഗൂഗിൾ. ഗൂഗിളിന്റെ കേസിൽ നമുക്ക് വലിയൊരു സെൽ ഓഫ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പൊ നമുക്ക് കണ്ടുകൊണ്ടിരുന്ന ഒരു നേരിയ ബുള്ളിഷ് സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്. സോ ഗൂഗിളിന്റെ കേസിൽ മാത്രം നമുക്കിപ്പോൾ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരവസരമില്ല. വീണ്ടും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിരിക്കുന്നു. നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റിലോട്ടൊന്ന് പോകാം. കമ്മോഡിറ്റി മാർക്കറ്റിൽ നിലവിൽ നമുക്ക് ക്രൂഡ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിലവിൽ ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട് ക്രൂഡിൽ. ഇപ്പോൾ രണ്ട് ക്രൂഡിലെ ഒരു ബ്രെന്റ് ക്രൂഡ് നോക്കുമ്പോൾ 0.2% ഒരു നേട്ടവും ക്രൂഡ് ഓയിലിൽ 0.43% ഒരു മുന്നേറ്റവും നിലവിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ക്രൂഡിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, ക്രൂഡ് ഓയിലിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡിൽ ഒരു മാറ്റമില്ല. രണ്ട് ട്രെൻഡും ബെയറിഷായി തന്നെ തുടരുന്നു. ബ്രെന്റ് ക്രൂഡിന്റെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത് $58. സോ എൻ്റെ ഒരു എക്സ്പെക്ടേഷനിൽ ആ ഒരു സപ്പോർട്ട് മിക്കവാറും ബ്രേക്ക് ചെയ്യപ്പെടും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ എടുക്കാൻ ശ്രമിക്കരുത്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് ബേസിക്കലി ഷോർട്ട് കവറിംഗ്. അങ്ങനെ നമുക്ക് ക്രൂഡിന്റെ കേസിൽ ബ്രെന്റ് ക്രൂഡിന്റെ കേസിൽ ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ $68 ലെവലിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല അത് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. സർ, ഗോൾഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഇന്നും കാണാൻ സാധിക്കുന്നത് ഗോൾഡ് നിലവിലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് കാഴ്ചവെക്കുന്നത്. ഏകദേശം 1% ഒരു മുന്നേറ്റം നമുക്ക് ഇന്നത്തെ ഒരു ട്രേഡിങ്ങിൽ ഗോൾഡിൽ നിലവിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു വീക്കിലി പെർഫോമൻസ് നോക്കുമ്പോഴും ഗോൾഡ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഏകദേശം ഒരു 5% ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഗോൾഡിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അതിന് വേണ്ടി നമ്മൾ പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ $3,345 നമ്മുടെ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ആഭ്യന്തര മാർക്കറ്റിലോട്ട് വരാം. ആഭ്യന്തര മാർക്കറ്റ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലെ നിഫ്റ്റി ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു നടത്തിയത്. ഏതായാലും നമുക്ക് മാർക്കറ്റ് നോക്കുമ്പോൾ 24,414 എന്നൊരു നിലയിലാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചതായിട്ടാണ് കാണാൻ സാധിച്ചത്. നിഫ്റ്റിയിൽ ഇന്നലെ ആ ഒരു തുടക്ക സമയത്തിൽ ഒരു വലിയൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് നമുക്കൊരു 15 മിനിറ്റ്സ് ക്യാൻഡിൽ നോക്കുമ്പോൾ ഫസ്റ്റ് ക്യാൻഡിലിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. എന്നാലും മാർക്കറ്റ് പിന്നീട് അങ്ങോട്ട് റിക്കവർ ചെയ്ത് ആ ഒരു സസ്റ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ട് സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു നിലയിലാണ് അവസാനം ഒരു ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. നിഫ്റ്റി 50യിൽ ഇനി താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് നിഫ്റ്റിയിൽ നമുക്ക് വീണ്ടും ഒരു ശക്തമായിട്ടൊരു അപ്വേർഡ് മൊമെന്റം കാണണമെങ്കിൽ നിഫ്റ്റി 50 20,600 പോയിന്റ് റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യണം. സോ എങ്കിൽ മാത്രമേ നമുക്ക് ലോ റിസ്ക് ആയിട്ട് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കത്തുള്ളൂ.
സർ ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ നിഫ്റ്റിക്ക് സമാനമായ ഒരു ട്രേഡിംഗ് അല്ലായിരുന്നു. കാരണം ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായ ഒരു 0.5% മുകളിലേക്കുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. ഭൂരിഭാഗം സ്റ്റോക്കുകളും ബാങ്ക് നിഫ്റ്റിയിൽ നേട്ടത്തിൽ ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു ട്രേഡിംഗുമായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടത്. 54,610 എന്നൊരു നിലയിലായിരുന്നു ഒരു ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. അതായത് 339 പോയിൻറ്റിൻ്റെ ഒരു നേട്ടം ബാങ്ക് നിഫ്റ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നത് ഏപ്രിൽ 23 നമുക്ക് ഒരു പുതിയ ഓൾ ടൈം ഹൈ നൽകിയതിനു ശേഷം ഒരു കൺസോൾട്ടേഷൻ ഫേസിലോട്ട് നീങ്ങിയിട്ടുണ്ട്. ഈ കൺസോൾട്ടേഷനിൽ നിന്നും വീണ്ടും ഒരു പുതിയ ബുള്ളിഷ് മൂവ് ആരംഭിക്കണമെങ്കിൽ നിഫ്റ്റിയുടെ ബാങ്ക് ഇൻഡെക്സ് ഇന്നത്തെ ട്രേഡിൽ 55,150 പോയിന്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് വളരെ സേഫ് ആയിട്ട് ഒരു ബൈങ് അവസരം നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ലഭിക്കാൻ പോകുന്നുള്ളൂ. സാർ, ഈ ഒരു സ്റ്റോക്കിൻ ഫോക്കസിലോട്ട് വരുമ്പോൾ ആദ്യം ചോദിക്കാനുള്ളൊരു സ്റ്റോക്ക് BSE പറ്റിയാണ്. BSE പറ്റി പറയുമ്പോൾ നമുക്ക് BSEയുടെ പാദഫലം ലഭ്യമായിട്ടുണ്ട്. ഏതായാലും മികച്ചൊരു പാദഫലമായിരുന്നു BSEയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ലാഭത്തിൽ ഏകദേശം 362% ഒരു കുതിപ്പാണ് കമ്പനിക്ക് രേഖപ്പെടുത്താൻ സാധിച്ചത്. വരുമാനത്തിലും ഏകദേശം 75% ഒരു വർധനവ് BSE രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലത്തെ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ 6.53% മികച്ച ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞൊരു 2 മാസം തുടർച്ചയായ ഒരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു ക്ലോസിംഗ് ആയിരുന്നു ഈ ഒരു സ്റ്റോക്ക് എടുത്തത്. മാത്രമല്ല നമ്മളൊരു മാർച്ച് മിഡ് തൊട്ടുള്ള ഒരു ട്രേഡിംഗ് വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ തുടർച്ചയായി പല വീക്കുകളിലും ഒരു നേട്ടത്തിൽ ക്ലോസ് ചെയ്യാൻ ഈ ഒരു സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BSEയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? BSE ഇന്നലെ നമുക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ ആയിരുന്നു നൽകിയത്. എല്ലാ ട്രെൻഡുകളും BSEയുടെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 6,218 രൂപ. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് NMDC ആണ്. നമ്മൾ NMDCയുടെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ ഒരു ട്രേഡിംഗിൽ സ്റ്റോക്ക് 2% ഒരു മുന്നേറ്റമാണ് നിലവിൽ സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റോക്ക് ഇപ്പോൾ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 29% ഇടിവ് രേഖപ്പെടുത്തുന്ന ആ ഒരു ലെവലിലാണ് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. NMDCയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? NMDCയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. സോ അറ്റ് ദ മൊമെന്റ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഒരു ട്രേഡിംഗ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. നെക്സ്റ്റ് ഒരു സ്റ്റോക്ക് ഉള്ളത് KE ഇൻ്റർനാഷണൽ ആണ്. ഇന്നലെ 3% ഒരു മുന്നേറ്റം KE ഇൻ്റർനാഷണൽ കാഴ്ചവെച്ചിരുന്നു മാർക്കറ്റിൽ. KE ഇൻഡസ്ട്രീസ് ആണ്. നമ്മൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു 4ാം പാദഫലം നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ലാഭത്തിൽ 34.5% ഒരു ഉയർച്ച കമ്പനിക്ക് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ വരുമാനത്തിലും 25% ഒരു മുന്നേറ്റമാണ് KE ഇൻഡസ്ട്രീസ് രേഖപ്പെടുത്തിയത്. നിലവിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റോക്ക് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത് കഴിഞ്ഞ ഒരു ജൂണിലായിരുന്നു. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് കുറച്ച് മാസങ്ങൾ ഒരു കൺസോൾട്ടേഷൻ രേഖപ്പെടുത്തിയ സ്റ്റോക്ക് ഏതായാലും ഒരു ഇടിവ് പിന്നീട് അങ്ങോട്ട് ഫെബ്രുവരി മാസത്തിലൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം 30% ഒരു ഇടിവ് ഓൾ ടൈം ഹൈയിൽ നിന്ന് രേഖപ്പെടുത്തുന്ന ആ ഒരു ലെവലിലാണ്. KE ഇൻഡസ്ട്രീസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ഇൻഡസ്ട്രി ആദ്യം തന്നെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. 3,500 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ്. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് CDSL ആണ്. നമ്മൾ CDSLൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഇന്നലെ 0.5% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ട് 1266 എന്നൊരു നിലയിലാണ് നിലവിൽ ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ജാനുവരിയിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് സ്റ്റോക്കിൽ തുടർച്ചയായി 2 മാസങ്ങളിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു പിന്നീട് അങ്ങോട്ട് കാണാൻ സാധിച്ചത്. കഴിഞ്ഞൊരു 2 മാസം നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട്. CDSLൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? CDSLന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. ബട്ട് ഈ ഒരു സ്റ്റോക്കിലും ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. സോ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1,190 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം.
ഇതിന്റെ ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 1425 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് വോൾട്ടാസ് ആണ്. വോൾട്ടാസ് ഇന്നലെ 1% ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത്. നിലവിൽ 1244 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് നമുക്ക് വോൾട്ടാസിൻ്റെതായിട്ട് കാണാൻ സാധിക്കുന്നത്. വോൾട്ടാസിനെ പറ്റി പറയുമ്പോൾ കമ്പനിയുടെ ഒരു ലാഭത്തിൽ 107% ഒരു വർധനവാണ് Q4ൽ രേഖപ്പെടുത്തിയത്. വരുമാനത്തിലും 13.4% ഒരു നേട്ടം രേഖപ്പെടുത്താൻ വോൾട്ടാസിന് സാധിച്ചിട്ടുണ്ട്. വോൾട്ടാസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, വോൾട്ടാസിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഫെബ്രുവരി മാസത്തിൽ ഈ സ്റ്റോക്ക് 1120 രൂപയ്ക്ക് അടുത്തൊരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് ആ ഒരു സപ്പോർട്ട് ഫെബ്രുവരി മാസത്തിന് ശേഷം നിലനിർത്താൻ സാധിച്ചിട്ടുമുണ്ട്. ബട്ട് നമുക്ക് ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 1370 രൂപയുടെ റെസിസ്റ്റൻസ് വെയിറ്റ് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 1530, അതിനുശേഷം 1610 ആയിരിക്കും. 1610 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സാർ, ഇനി ഒരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ്. നിലവിൽ ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെ 0.28% ഒരു നേട്ടം രേഖപ്പെടുത്തി 144 എന്നൊരു നിലയിലാണ് ലാസ്റ്റ് ട്രേഡ് പ്രൈസ് കാണാൻ സാധിക്കുന്നത്. ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി 2024 ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് നമ്മൾ സ്റ്റോക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു ഒക്ടോബർ തൊട്ട് പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ മാസങ്ങളിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയ സ്റ്റോക്ക് ഈ ഒരു ഫെബ്രുവരിക്ക് ശേഷം, അതായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇപ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് എടുത്താണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം മുതലായ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിലൊക്കെ നമുക്ക് ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ വലിയൊരു ഇടിവ് നടന്നതിനെ തുടർന്ന് നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇന്ത്യൻ ഓയിലിന്റെ ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഒരു ട്രേഡിംഗ് പർപ്പസിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ 146 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കാം. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 151. 151ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് നല്ലൊരു വലിയ മുന്നേറ്റം ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേമിൽ പ്രതീക്ഷിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 138 രൂപയുടെ സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് മീഡിയ സെക്ടറിൽ നിന്നുള്ള നെറ്റ്വർക്ക് 18 ആണ്. നമ്മൾ ഇന്നലെ നോക്കുമ്പോൾ 0.21% ഒരു മുന്നേറ്റം നെറ്റ്വർക്ക് 18ൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ 42 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ ഒരു മന്ത്ലി ട്രേഡിംഗ് വിലയിരുത്തുമ്പോൾ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായ ഒരു ഇടിവാണ് സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു വീക്കിലി ട്രേഡിംഗ് പരിഗണിക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഒരു ഫെബ്രുവരി മാസം തൊട്ട് വീക്കിലി ഒരു കൺസോൾട്ടേഷൻ ഫോം ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. നെറ്റ്വർക്ക് 18ൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, നെറ്റ്വർക്ക് 18, സൺ ടി വി മുതലായ സ്റ്റോക്സിലൊക്കെ പേഴ്സണലി ഞാൻ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാറില്ല. ഇതിൻ്റെയൊക്കെ റവന്യൂ മോഡൽ നമുക്ക് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആൻഡ് നെറ്റ്വർക്ക് 18ന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും ഇതിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 51 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്താൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 68 രൂപയിലാണ്. ഓക്കെ സാർ, നമുക്കിനി അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ജിയോ ഫൈനാൻസ് ആണ്. നമ്മൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജിയോ ഫൈനാൻസിൽ ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ക്ഷമിക്കണം സാർ, എനിക്ക് ആ ഒരു ഡേറ്റ ലഭ്യമല്ല. താങ്കൾക്ക് ആ ഒരു സ്റ്റോക്കിൻ്റെ ഡേറ്റ ലഭ്യമാണെങ്കിൽ ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. ജിയോഫിന്റെ കേസിൽ പേഴ്സണലി ഒരു ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. എനിക്ക് എക്സിസ്റ്റിംഗ് ഒരു ലോങ് പൊസിഷൻ ഉണ്ട്. ആൻഡ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത് മാർച്ച് മാസത്തിലും ഏപ്രിൽ മാസത്തിലും ഈ സ്റ്റോക്ക് 200 രൂപയുടെ സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു വളരെ സക്സസ്ഫുൾ ആയിട്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിൽ വളരെ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ സ്റ്റോക്കിൽ നല്ലൊരു കുതിപ്പ് നമുക്ക് കാണാൻ സാധിച്ചത് കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് നമുക്ക് ലോ റിസ്ക് ബൈയിങ് അവസരം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിലും ഫ്യൂച്ചറിലും ഒക്കെ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ ഒരു ലോങ് പൊസിഷൻ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ 242 രൂപയുടെ സപ്പോർട്ടായിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 267. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 290 രൂപ. 290 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. സാർ, ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ട്രെൻഡിൻ്റെ ഓഹരിയാണ്. നിലവിൽ നോക്കുമ്പോൾ ഇന്നലെ ഒരു 0.1% ഒരു നേട്ടമാണ് ട്രെൻഡ് രേഖപ്പെടുത്തിയത്. 5233 എന്നൊരു നിലയിലാണ്
ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു ഓഗസ്റ്റ് 2023 ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ വലിയ കുതിപ്പ് നടത്തിയ ഒരു ഓഹരിയായിരുന്നു ഈ ട്രെൻഡ് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റോക്ക് നോക്കുമ്പോൾ കഴിഞ്ഞൊരു ഒക്ടോബറിലാണ് 2024 ഒരു ഓൾ ടൈം ഹൈ ഈ ഒരു സ്റ്റോക്കിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചത്. പിന്നീട് അങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു ഇടിവാണ് സ്റ്റോക്കിൽ നമുക്കൊരു മന്ത്ലി ട്രേഡിംഗിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു 37% ഒരു ഇടിവ് ഓൾ ടൈം ഹൈയിൽ നിന്ന് രേഖപ്പെടുത്തുന്ന ആ ഒരു ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രെൻഡിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ് ഇപ്പോൾ? ട്രെൻഡിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡുമായിട്ടാണ് കാണുന്നത്. നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 4400 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഈ സ്റ്റോക്കിലെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ ഈ സ്റ്റോക്ക് 5760 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 6420. 6420 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സാർ, ഇനിയൊരു സ്റ്റോക്ക് നമുക്ക് ഫോക്കസിലുള്ളത് മോർപ്പൻ ആണ്. മോർപ്പൻ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന 1.7% ഒരു നേട്ടം ഈ ഒരു സ്റ്റോക്ക് ഇന്നലത്തെ ട്രേഡിംഗിൽ രേഖപ്പെടുത്തിയിരുന്നു. 58 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ നമ്മളിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഏകദേശം കഴിഞ്ഞൊരു 5 വീക്കുകളായിട്ട് തുടർച്ചയായ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് എടുക്കാൻ ഇപ്പോൾ മോർപ്പനിന് സാധിക്കുന്നുണ്ട്. മോർപ്പനിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഈ മോർപ്പൻ ലാബിന്റെ കേസിൽ നമ്മൾ ആദ്യം തന്നെ ഓർക്കേണ്ടത് ഇറ്റ് ഈസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് ഈ സ്റ്റോക്കിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഈ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന 64 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 67 രൂപ. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 73 രൂപ. 73ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡ് തന്നെ ബുള്ളിഷായി മാറും. സാർ, ഇനി നമുക്കൊരു ഫോക്കസിലുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനാണ്. LICയെ പറ്റിയാണ് അറിയേണ്ടത്. നിലവിൽ നോക്കുമ്പോൾ 0.2% ഒരു നേട്ടമാണ് LIC രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. 785 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത് ഓഗസ്റ്റിലായിരുന്നു കഴിഞ്ഞ. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് തുടരെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയ ഒരു ട്രേഡിംഗ് പാറ്റേൺ ആണ് സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. നമ്മൾ വീക്കിലി ചാർട്ട് നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞ കുറച്ച് വീക്കുകളായി LICയിൽ കാണുന്നുമുണ്ട്. LICയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? LICയിൽ പേഴ്സണലി എനിക്കൊരു എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻ ഉണ്ട്. ആൻഡ് LICയുടെ പാറ്റേൺ നോക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ട് ഒരു ബ്രേക്ക് ഔട്ട് ലഭിക്കണമെങ്കിൽ 235 അതിനുശേഷം 900 രൂപയുടെ റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഹിന്ദുസ്ഥാൻ ഫുഡ് ലിമിറ്റഡ് ആണ്. നമ്മൾ സ്റ്റോക്ക് നോക്കുമ്പോൾ ഏകദേശം 0.8% ഒരു ഇടിവാണ് ഇന്നലത്തെ ട്രേഡിങ്ങിൽ ഈ ഒരു സ്റ്റോക്ക് കാഴ്ചവെച്ചത്. ട്രേഡിങ്ങിൽ 515 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസുമാണ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു 30%-ലേക്ക് അടുത്ത് ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു നിലയിലാണ്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ് ഇനി? സോ ഹിന്ദുസ്ഥാൻ ഫുഡിന്റെ കേസിലും ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഇതിന്റെ ഒരു പ്രോബ്ലം ഞാൻ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ഷോർട്ട് ടേം ട്രെൻഡ് ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. സോ ഈ സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് ലഭിക്കണമെങ്കിൽ 580 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സാർ, അടുത്തൊരു സ്റ്റോക്ക് നമുക്ക് ഫോക്കസിലുള്ളത് സാന്തൂർ മാഗ്നസിയാണ്. നമ്മൾ ഈ ഒരു സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിലവിൽ ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം 3% ഒരു നേട്ടം ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. 492 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസുമാണ് സ്റ്റോക്കിൽ നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കൊരു മന്ത്ലി ട്രേഡിംഗ് പരിഗണിക്കുമ്പോൾ കഴിഞ്ഞ 2 മാസങ്ങളിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു ക്ലോസിംഗ് ആയിരുന്നു സ്റ്റോക്ക് എടുത്തിരുന്നത്. ഈ ഒരു മാസം നോക്കുമ്പോഴും സ്റ്റോക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തിയുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇതുവരെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സന്തൂർ മാംഗനൈസിന്റെ കേസിൽ നമുക്ക് ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്ക് ഫെബ്രുവരി മാസത്തിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് അട്രാക്ട് ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റാണ്. സോ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം.
ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് പോളിമെഡ് ആണ്. പോളിമെഡ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന 2% ഒരു നേട്ടമാണ് സ്റ്റോക്ക് ഇന്നലത്തെ ട്രേഡിങ്ങിൽ കാഴ്ചവെച്ചത്. ഇപ്പോൾ ഒരു ഓൾ ടൈം ഹൈ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത് നവംബറിൽ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത സ്റ്റോക്ക് പിന്നീട് അങ്ങോട്ട് ഒരു കറക്ഷൻ രേഖപ്പെടുത്തി ഉള്ളൊരു ട്രേഡിംഗ് ആയിരുന്നു മന്ത്ലി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 38% ഒരു കറക്ഷൻ എടുത്തതിന് ശേഷം പിന്നീട് ഈ ഒരു സ്റ്റോക്കിൽ സംഭവിച്ചതെന്ന് പറയുന്നത് മാർച്ച് മാസത്തിലും ഏപ്രിൽ മാസത്തിലും ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് നടത്താൻ ഈ ഒരു സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട്. നിലവിൽ നോക്കുമ്പോൾ 2835 ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. പോളിമെഡിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ പോളിമെഡിന്റെ കേസിൽ ഏപ്രിൽ തുടക്കം മുതൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് ആ ഒരു ബോട്ടം കണ്ടതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു മാസം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നേട്ടമായി സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേമിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 2500. സർ, ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് മസ്ഡോക്കാണ്. നമുക്ക് മസ്ഡോക്കിൻ്റെ കാര്യം നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഡിഫൻസ് സ്റ്റോക്കിൽ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മസ്ഡോക്ക് ഏകദേശം ഒരു 5% ഒരു കറക്ഷൻ അല്ലെങ്കിൽ ഒരു സെൽ ഓഫ് ഇന്നലെ രേഖപ്പെടുത്തിയതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2816 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ഈ ഒരു സ്റ്റോക്കിൻ്റെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് എന്തായാലും നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ഒരു മാസം ഒരു ഓൾ ടൈം ഹൈ ഈ ഒരു സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഒരു ഇടിവ് ഒരു കറക്ഷൻ ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. മസ്ഡോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? മാസഗോൺ ഡോക്കിന്റെ കേസിൽ കഴിഞ്ഞ ആഴ്ചയായിരുന്നു നമുക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ച. അതിനെ തുടർന്ന് കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. സോ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മൾ അടുത്തൊരു റിക്കവറി നടക്കുന്ന സമയത്ത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. സാർ, ഇനിയൊരു സ്റ്റോക്ക് ഉള്ളത് സ്വിഗ്ഗിയെ പറ്റിയാണ് നമുക്കറിയേണ്ടത്. സ്വിഗ്ഗിയുടെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഇന്നലെ 4% ഒരു ഇടിവ് രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. 328 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു കാര്യം നോക്കുമ്പോൾ പാസ്റ്റ് ട്രേഡിങ്ങിൽ നമുക്കൊരു ഡിസംബറിലാണ് ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് തുടർന്നുള്ള മാസങ്ങളിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു നമുക്ക് എല്ലാ മാസവും കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഒരു മാസം നോക്കുമ്പോൾ മെയ്യിൽ ഒരു 3% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വിഗ്ഗിയിൽ നമുക്ക് ഒരു ബോട്ടം കണ്ടോ? സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? സ്വിഗ്ഗിയുടെ കേസിൽ കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് വളരെ സൊമാറ്റോ കമ്പനി സൊമാറ്റോയില് വളരെ മികച്ച ക്വാർട്ടർലി റിസൾട്ട് അല്ലായിരുന്നു. സോ സൊമാറ്റോയിലും സ്വിഗ്ഗിയിലും ഒക്കെ കഴിഞ്ഞ 4-5 മാസത്തിനിടെ വലിയൊരു സെൽ ഓഫാണ് കാണുന്നത്. എങ്കിലും സ്വിഗ്ഗിയുടെ കേസിൽ നല്ലൊരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അറൌണ്ട് 300 രൂപയ്ക്ക് അടുത്ത ഈ ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തു വരുന്നത്. സോ സ്വിഗ്ഗിയുടെ കേസിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 360 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് മുന്നേറ്റം ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കും. സാർ, അവസാനമായി ഒരു സ്റ്റോക്ക് കൂടി ചോദിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇതിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു പ്രകടനം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടാറ്റ മോട്ടോഴ്സിൽ ഇന്നലെ ഉണ്ടായിരുന്ന ഒരു ട്രേഡിങ്ങിൽ ടാറ്റ മോട്ടോഴ്സിന് ക്ഷമിക്കണം സാർ, ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഡാറ്റ എനിക്കിപ്പോൾ ലഭ്യമല്ല. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഡാറ്റ ലഭ്യമാണെങ്കിൽ അതിൻ്റെ ഒരു വ്യൂ താങ്കൾക്കൊന്ന് പറയാമോ? ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ ഇന്നലെ നമുക്ക് വലിയൊരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചത്. സോ ആ ഒരു അറ്റ് ദ മൊമെന്റ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ടാറ്റ മോട്ടോഴ്സിൽ 700 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സോ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. 620 രൂപയിലായിരിക്കും നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സും അനാലിസും നമ്മുടെ പ്രേക്ഷകർക്കായി പങ്കുവച്ചതിന്. ഏതായാലും മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. ആ ഒരു ഷോയുമായി നിഖിൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. നന്ദി, നമസ്കാരം.